നമ്മൾ സാധാരണ കൂൾബാറിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കാറുള്ള ഫ്രഷ് മൊസമ്പി അതേ ടേസ്റ്റിലും ഫ്രഷ് ജ്യൂസർ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീട്ടിൽ എങ്ങനെ മിക്സിയുടെ ജാറിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മൊസമ്പി ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ കയ്പ്പ് വരാറുണ്ടോ എങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്താൽ കയ്പ്പില്ലാത്ത ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ ഒരു ടൈപ്പ് മൊസമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പുളിപ്പ് രസമുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഗ്രീൻ മൊസമ്പി ആയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കൂടുതൽ ടേസ്റ്റ് ഇതിന് തന്നെയാണ്. അതിന് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം എല്ലാ സൈഡും ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നാലേ അതിൻ്റെ തോട് പെട്ടെന്ന് ഇളക്കാൻ പറ്റുള്ളൂ. എല്ലാ തോടും ഇങ്ങനെ പൊളിച്ചിളക്കുക. നന്നായിട്ട് ഇളക്കിയാൽ മാത്രമേ അതിനകത്തുള്ള കുരുവും കൂടി എടുത്ത് കളയണം. ആ കുരുവാണ് കയ്പ്പ് രസം ഉണ്ടാക്കുന്നത്. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ആ കുരു നന്നായിട്ട് അരിഞ്ഞു പോകും. അരിഞ്ഞു പോകുമ്പോഴത്തേക്കാണ് ആ ഒരു കയ്പ്പ് രസം ഉണ്ടാകുന്നത്. കയ്പ്പില്ലാതെ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ആ മൊസമ്പിയിലെ എല്ലാ തോടും എടുത്ത് മാറ്റിയതിന് ശേഷം അതിനെ നടുകെ കട്ട് ചെയ്യുക. നടുകെ കട്ട് ചെയ്തതിന് ശേഷം അത് വീണ്ടും കട്ട് ചെയ്ത് അതിനകത്തുള്ള കുരു എടുത്ത് മാറ്റുക. ആദ്യത്തെ മൊസമ്പിയിൽ അതിനകത്തുള്ള കുരുവെല്ലാം കളഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം രണ്ടാമത്തെ മൊസമ്പി ഇതുപോലെ ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നടുകെ ആ സൈഡ് മുഴുവനും ഇങ്ങനെ വരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ആ തോടിളക്കി കളയാൻ പറ്റുകയുള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസായിട്ട് ഇതും കൂടി ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് കുറച്ചുകൂടി കൂടും. 2 മൊസമ്പി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം 2 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചുപയോഗിച്ച് അതിനെ അരിച്ചെടുക്കുക.
അരിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ്സിൽ 2 ഐസ് ക്യൂബും ഇട്ട് ഈ ജ്യൂസും കൂടി ഒഴിച്ച് കുടിക്കുക. മൊസമ്പി ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കയ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൊസമ്പി ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.